ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് സെം 1ൻ്റെ ഫൈനൽ എക്സാം ഡേ ആണ്. അപ്പോൾ രാവിലെ എന്നെ കുറച്ച് ഒന്ന് നോക്കി വെക്കാനുണ്ട്. തലേന്നൊക്കെ പഠിച്ചതെല്ലാം ഒന്ന് ഓടിച്ചിട്ട് റിവൈസ് ചെയ്യണേന്. എല്ലാ എക്സാംസും മോർണിംഗ് തന്നെയായിരുന്നു. അപ്പോൾ റെഡിയായിട്ട് നേരെ കോളേജിലേക്ക് പോയി. അപ്പോൾ സൗവർണിക ഉണ്ട് എൻ്റെ കൂടെ. ഞങ്ങൾ രാവിലെ കുറച്ചും കൂടി നേരത്തെ ഇറങ്ങിയിട്ട് അവിടെ വന്ന് റിവൈസ് ചെയ്യലാണ്. 9:30ക്കാണ് എക്സാം. അപ്പോൾ 8:30 ആകുമ്പോഴത്തേക്കും കോളേജിൽ എത്തി. ഇപ്പോൾ എല്ലാവരുടെയും വീഡിയോ എടുക്കണം കാരണം കൊണ്ട് അവൾ പറഞ്ഞാൽ അവൾക്ക് എൻ്റെ വീഡിയോ എടുക്കണമെന്ന്. അപ്പോൾ ഞാൻ പഞ്ചിങ് ചെയ്യണതിൻ്റെ വീഡിയോ അവൾ എനിക്ക് എടുത്തു തന്നു. മാത്രമല്ല ഈ വ്ളോഗിൽ കുറച്ച് വീഡിയോസും അവൾ എടുത്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ കഫറ്റീരിയയിൽ എത്തി അവിടെ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. ആൻഡ് ഞങ്ങളുടെ ക്ലാസ്സിൽ കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരും അവിടെ ഇരുന്ന് പഠിക്കണേന്. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ആ ഒരു ആശ്വാസത്തിൽ വന്നിരിക്കണേന്. എക്സാം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആയിരുന്നു. എനിക്ക് ക്രാഫ്റ്റിൻ്റെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഐറ്റംസ് മേടിക്കാൻ വേണ്ടി ഞാനും സൗവർണികയും കൂടി അടുത്തുള്ള ക്രാഫ്റ്റ് ഷോപ്പിൽ വന്നതാണ്. ഞങ്ങൾ വന്നപ്പോൾ അവിടെ ഡെൽനയും ഉണ്ടായിരുന്നു. അവളും എന്നെപ്പോലെ ഒരു ക്രാഫ്റ്ററാണ്. അവൾക്കും അടുത്ത് തന്നെ ഓർഡർ ഉണ്ടായിരുന്നു. ഈ വീഡിയോസൊക്കെ എടുത്തു തന്നത് സൗവർണികയാണ്. അവൾക്ക് തനിയെ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധം പിടിച്ച് പോയി എടുത്തതാണ്. എല്ലാം വളരെ സൂക്ഷ്മമായി അടുത്ത് പോയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഞാനിതൊക്കെ ഇപ്പോഴാണ് കാണുന്നത് എന്തെല്ലാമാണ് ഷൂട്ട് ചെയ്തേക്കണേന്നുള്ളത്. ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്കറിയാം മിക്ക ഷോപ്പിലുള്ള പോലെ തന്നെ അവിടെയും കുറേ ഡെക്കറേഷൻ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഗിഫ്റ്റ് ഐറ്റംസ് അങ്ങനെ ഒരുപാടുണ്ടായി. അപ്പോൾ അതെല്ലാം പോയി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആ ടൈമിൽ എനിക്ക് വേണ്ട ഐറ്റംസ് നോക്കാൻ പോയേക്കണമായിരുന്നു. അപ്പോൾ എനിക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്നും പറഞ്ഞ് ആൾ തനിയെ പോയി എടുത്ത് വെച്ചതാണ്. ഞങ്ങളുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് അവൾ ഹോസ്റ്റലിലേക്കും ഞാൻ വീട്ടിലേക്കും പോന്നു. ഇത്രയും ഐറ്റംസാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. എനിക്ക് ഒരു കുഞ്ഞ് ഹാമ്പറും 2 ബൊക്കറ്റ്സുമാണ് ഓർഡർ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഐറ്റംസാണ് ഞാൻ മെയിനായിട്ട് മേടിച്ചത്. ഉമ്മാക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാനും ഉമ്മയും കൂടി ഷോപ്പിൽ വന്നതാണ്. ഷോപ്പിലൊക്കെ പോയി വന്നതിന് ശേഷം ഞാൻ ബൊക്കറ്റ് ഷീറ്റൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണുണ്ട്. എനിക്ക് നെക്സ്റ്റ് ഡേ ആണെന്ന് ഓർഡർ കൊടുക്കേണ്ടത്. മാത്രമല്ല ചോക്ലേറ്റ് വെച്ച് ബൊക്കറ്റ് റെഡിയാക്കാനാണ് പറഞ്ഞത്. ഞാൻ നെക്സ്റ്റ് ഡേ ആണ് അതെല്ലാം ചെയ്തോളൂ. ബിക്കോസ് തലേന്ന് തന്നെ ചെയ്ത് വെക്കുമ്പോൾ നമുക്കത് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ചോക്ലേറ്റ്സൊക്കെ മെൽറ്റായി പോകും. പിന്നെ നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് ഫ്രെയിമിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബൊക്കറ്റ് ഷീറ്റെല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് നേരെ അത് ചെയ്തു. അപ്പോൾ മിനി ഫ്രെയിമിൻ്റെ വർക്കും ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.